ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഇപ്പോൾ ഞാനും ഇച്ചാനും കൂടി ഇതാ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. നിച്ചൂരെ ഡേ കെയറിലാക്കിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മൾ മീൽസാണ് കഴിക്കുന്നത്. വീക്കിലി വൺസ് നമ്മൾ ഇതുപോലെ മീൽസ് കഴിക്കാറുണ്ട് കേട്ടോ. അല്ലാതെ നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ചോറ് കഴിക്കാറേ ഇല്ല. അപ്പോൾ നല്ല അവിയലും ബീട്രൂട്ടും പിന്നെന്താ തേങ്ങാ ചമ്മന്തിയും അച്ചാറും പിന്നെ പച്ചടിയും എല്ലാം കൂടി നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു മീൻകറിയാണ്, ഞാൻ ചോറിൽ മീൻകറിയാണ് കേട്ടോ ഒഴിക്കുക. അത് നല്ല അടിപൊളി മീൻകറിയാണ്. മീൻകറി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ സാമ്പാർ ഒഴിക്കാനേ തോന്നില്ല കേട്ടോ. പിന്നെ സൈഡായിട്ട് ഞാൻ ഈ ഒരു സീബ്രീമും പിന്നെ നെയ്മീൻ ഫ്രൈയും പറഞ്ഞായിരുന്നു കേട്ടോ. അത് ഞാനങ്ങനെ കഴിച്ചില്ല, എനിക്ക് ഫ്രൈ അങ്ങനെ അത്ര അങ്ങോട്ട് താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവിയലും കുറച്ച് ബീട്രൂട്ടും കുറച്ച് ചമ്മന്തി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആ മീൻകറിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ അമ്മ അടിപൊളി ടേസ്റ്റാണ്. ആക്ച്വലി ഇപ്പോൾ പറയുമ്പോഴും എനിക്ക് ആ ടേസ്റ്റ് വായിൽ കിട്ടുന്നുണ്ട് കേട്ടോ. സോ ഞങ്ങൾ രണ്ടാളും നല്ലോണം ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. കഴിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. അത് പൊടിക്കാറ്റായിരുന്നു, നമുക്ക് കണ്ണ് തുറന്ന് നോക്കാൻ കൂടി പറ്റില്ല. ആ ചൂടും കൂടി ആകുമ്പം ഒട്ടും സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ടെമ്പറേച്ചർ ഭയങ്കര കൂടുതലാണ്. ഇനിയിപ്പോൾ ഒരു നെക്സ്റ്റ് മന്തൊക്കെ ആകുമ്പോഴത്തേനും കുറഞ്ഞു തുടങ്ങുള്ളൂ. ഞാൻ എൻ്റെ സ്കിന്ന് നോക്കുകയായിരുന്നു കേട്ടോ. അലർജി കൊണ്ടാണെന്ന് തോന്നുന്നു, നിറയെ കുരുക്കൾ വന്നിട്ടുണ്ട്. ഹലോ, അപ്പോൾ ഇന്നൊരു ഫ്രൈഡേ ആണ്. ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് കേട്ടോ. നിച്ചുവിനെ രാവിലെ ഡേ കെയറിലാക്കി, അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് ഫുഡ് കഴിക്കാൻ കയറി. ആ വിഷ്വൽസൊക്കെയാണ് കേട്ടോ ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിൽ വന്നു. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഒരു 2:30 ആകുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകണം, പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ ഞാനും കൂടെ പോകാമെന്ന് കരുതി. എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണണം, കാരണം അവളുടെ ബർത്ത്ഡേ ആയിരുന്നു ഒരു 2 വീക്സ് മുന്നേ. പക്ഷേ ആ സമയത്ത് എനിക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഗിഫ്റ്റൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവൾ കുറച്ച് ബിസി ആയിരുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്ക് വന്നപ്പോൾ ഞാൻ ബിസി ആയിപ്പോയി. സോ ഞങ്ങൾക്ക് അതുവരെ നീണ്ടു പോയി. അപ്പോൾ ഇന്നെന്തായാലും പറ്റിയ സമയമാണ്. ഇനിയിപ്പോൾ ഇച്ചായൻ പോകുമ്പോൾ കൂടെ പോയാൽ മതിയല്ലോ. പിന്നെ ഇച്ചാൻ എന്തായാലും ഒരു 2 hours എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ സമയം എനിക്ക് തിരിച്ചു വരികയും ചെയ്യാം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു പ്ലാൻ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു വ്ളോഗ് ആക്കാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഇന്ന് റെഡി ആയിട്ട് കാണാം. അങ്ങനെ ഞാൻ എന്താ റെഡിയായി ലിഫ്റ്റിൽ കയറുവാണ്. ലാസ്റ്റ് നിമിഷം കുറച്ച് ഹറിബറി ആയിപ്പോയി കേട്ടോ. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി താഴേക്ക് പോവുകയാണ്, പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. അപ്പം ഇച്ചാനാണെങ്കിൽ സെക്യൂരിറ്റി കാണാൻ, റൂമിൻ്റെ ഒരു ആവശ്യമായിട്ട് സെക്യൂരിറ്റി കാണാൻ വേണ്ടി പോയിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ താഴേക്ക് പോകുന്ന വഴി ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് കറക്റ്റ് ഇച്ചാൻ കയറി കേട്ടോ. ടൈം ഓൾറെഡി ഇപ്പോൾ 1:45 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കുണ്ട്, കാരണം 2:15 ആകുമ്പോഴത്തേനും വെച്ചാൽ ഹാഫ് ആൻ അവറിൽ എത്തണം. ട്രാഫിക് ഉണ്ടെങ്കിൽ നല്ല പാടായിരിക്കും ആ സമയത്ത് എത്തുക എന്നുള്ളത്. ഇപ്പോൾ ടെമ്പറേച്ചർ 47 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. കാറിനകത്ത് ഇരുന്നാൽ പോലും ഒരു രക്ഷയില്ല. പുറത്തോട്ട് നോക്കുക എന്നുള്ളത് അൺസഹിക്കബിളാണ്. എത്തിയിട്ട് ഒരു അരമണിക്കൂർ കൂടുതലായിട്ടോ. ഞാൻ അവളോട് സംസാരിച്ച് കുറേ നേരം സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെയാണ് ഓർത്ത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നല്ലോ എന്ന്. പിന്നെ അവളുടെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി അവളെ കണ്ട സമയത്ത് തന്നെ ഞാൻ ആ വീഡിയോ എടുക്കുന്ന കാര്യം തന്നെ മറന്നുപോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ കഫറ്റീരിയ ആണ്, ഹോസ്പിറ്റലിലെ തന്നെ കഫറ്റീരിയ ആണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3 മണിയായപ്പോൾ അവൾക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. സോ അവൾ മീറ്റിങ്ങിന് പോയി കേട്ടോ. ആ സമയത്തൊക്കെ ഞാൻ നല്ല പോസ്റ്റായിരുന്നു, അവിടെ ഇരുന്ന് ആക്ച്വലി എനിക്ക് മതിയായി. പിന്നെ ഞാനൊരു മടുത്തപ്പോൾ ഞാനൊരു ക്യാപിച്ചിനോ വാങ്ങിച്ച് അവിടെ നിന്ന് കുറച്ച് നേരം അത് കുടിച്ചിരിക്കാമെന്ന് കരുതി. പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ കണ്ടങ്ങനെ ഇരുന്നു. പിന്നെ ക്യാപിച്ചിനോ മാത്രമായപ്പോൾ എനിക്ക് കുറച്ച് വിശക്കാൻ തുടങ്ങി. അപ്പം ഞാനൊരു ബ്ലൂബെറി മഫിനും കൂടെ ഓർഡർ ചെയ്തിട്ട്
അവിടെ ഇരുന്ന് പതിയെ അതെല്ലാം കഴിച്ച് പുറത്തോട്ട് നോക്കിയൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സമയമായിട്ടും വന്നിട്ട് ഇത്രയും നേരമായിട്ടും ഇച്ചായൻ അവിടെ പ്രൊസീജിയർ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി എപ്പോൾ സ്റ്റാർട്ടായിട്ട് എപ്പോൾ പോകാനാണെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എന്താ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ 1 hour കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട്, അവളുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, സൽമ എന്നാണ് കേട്ടോ പേര്, സൽമ വരാമെന്ന് പറഞ്ഞായിരുന്നു. സോ പിന്നെ ഇപ്പോൾ എനിക്ക് കത്തിയടിച്ചിരിക്കാമല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ലെന്ന് വിചാരിച്ചു. ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഫോണിൻ്റെ ചാർജ് ഇപ്പോൾ 2% ആയിട്ടുണ്ട്. ഞാൻ ചാർജ് ചെയ്യാമെന്ന് പറ്റി കാറിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ കേബിളെല്ലാം പൊട്ടി കിടക്കുക. ഇത് ഡാമേജ് ആയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഓൾറെഡി. അത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വേറെ കേബിൾ എടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ എനിക്ക് മെയിൻ റിസപ്ഷനിൽ ഒരു സ്റ്റാഫിനെ ഹെൽപ്പ് ചെയ്തിട്ട് അവിടെ ഞാൻ ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഇച്ചാനവിടെ പ്രൊസീജിയർ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഇരുന്ന് മടുത്തു എന്ന് വേണം പറയാൻ. ഞാൻ പിന്നെ എല്ലാ ഹോസ്പിറ്റലിൽ മൊത്തം ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് തിരിച്ചൊക്കെ വന്ന് അപ്പോഴേക്കും സൽമ വീണ്ടും വന്നായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം കത്തി അടിച്ചിരുന്ന സമയം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഒരു 5:30 ആയപ്പോൾ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു പ്രൊസീജിയർ ഓൾമോസ്റ്റ് ഫിനിഷായി, നമ്മളൊരു 10 മിനിറ്റിൽ ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്തായാലും വാഷ്റൂമിലൊക്കെ പോയിട്ട് വരാൻ നേരത്തി പോയപ്പോഴാണ് ഈ ഒരു മിററിൻ്റെ കാര്യം പെട്ടെന്ന് ഞാൻ ഓർത്ത് കേട്ടോ. ഞാൻ എപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിങ്ങനെ ഈ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിന് ചെയ്തതാണ്. പിന്നെ ഞാൻ നേരെ കാറിൽ പോയി കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇട്ടു, റെഡിയാക്കിയിരുന്ന് ഇച്ചാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ എവിടെ മിറർ കണ്ടാലും പിമ്പിൾസ് കൗണ്ട് ചെയ്യലാണ് എൻ്റെ ഒരു പണി. കാരണം ഇപ്പോൾ 2-3 ദിവസമായിട്ട് പിമ്പിൾസ് ഇടയ്ക്കിടയ്ക്കായിട്ട് ഓരോന്ന് വരുന്നുണ്ട്. പിന്നെ ഞാൻ ടൈം നോക്കിയിരിക്കുക. കാരണം 6 മണിക്കെങ്കിലും ഇറങ്ങിയാലാണ് നിച്ചുവിനെ കറക്റ്റ് 7 മണിക്ക് മുന്നേ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഫൈനലി ഇതാ ഇച്ചായം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ, ട്രാഫിക് ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. പെട്ടെന്ന് പോയിട്ട് നിച്ചുവിനെ പിക്ക് ചെയ്തിട്ട് കാണാം. അങ്ങനെ വീണ്ടും നമ്മൾ കഴിക്കാൻ വേണ്ടി കയറി. ഇവിടെ എത്താറായപ്പോൾ നിച്ചുവിന് പിന്നെ വീണ്ടും ഹംഗ്രി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും കോഫി എല്ലാം കുടിക്കാമെന്ന് പറഞ്ഞ് കയറിയത്. പക്ഷേ എന്തായാലും 7 മണിയായെങ്കിൽ പിന്നെ നമുക്ക് ഡിന്നറും കൂടെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ കിടന്ന് ഉറങ്ങാമല്ലോ. എങ്കിൽ പിന്നെ ഡിന്നർ കഴിക്കാമെന്ന് കരുതി നമ്മൾ ഓർഡർ ചെയ്തു. ഞാനൊരു ഹാഫ് ചാർക്കോളാണ് പറഞ്ഞത്, ചിക്കൻ ചാർക്കോളാണ് പറഞ്ഞത്. ഞാൻ പൊറോട്ട, ബീഫ്, നിച്ചു ആണെങ്കിൽ ദോശയാണ് പറഞ്ഞത്, ചിക്കൻ കറി. അപ്പോൾ നമ്മളതെല്ലാം ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നിച്ചുവിന് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കഴിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോൾ നിച്ചുവിന് ചോക്ലേറ്റ് വേണം. അങ്ങനെ വന്ന് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്, ഏത് ചോക്ലേറ്റ് വാങ്ങണം എന്ന്. 2 എടുത്തപ്പോൾ ഞാൻ 1 എടുത്താൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട്, കാരണം ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് വന്നതാണ്, അതുകൊണ്ട് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. പിന്നെ നമുക്ക് 2-3 കണ്ടീഷണറും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. അപ്പോൾ അതെല്ലാം മേടിച്ചിട്ട് പോകാമെന്ന് കരുതി കയറിയതാണ്. അങ്ങനെ ഞാൻ നിച്ചുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഡാർക്ക് ഫാൻറ്റസി എടുത്തത്. പിന്നെ നിച്ചു എപ്പോഴും മേടിക്കുന്നൊരു സംഭവമാണിത്. നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കണം. സ്റ്റിക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ പിടിച്ചെടുത്ത് കഴിക്കാൻ പറ്റും. അങ്ങനെ ഞാനൊരു ഫേസ് വാഷ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഏതാണ് നല്ലതെന്നുള്ള കൺഫ്യൂഷനിൽ. പിന്നെ ഒരു ചാർക്കോൾ ഫേസ് വാഷ് എടുത്തു. പിന്നെ അത് മാറ്റിയിട്ട് ഓയിൽ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഫേസ് വാഷൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ബില്ലൊക്കെ പേ ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വിശേഷം. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങാൻ പോവാണ്. ചിലപ്പോൾ കുറച്ച് നേരം നമ്മൾ മൂവി എന്തെങ്കിലും കാണും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.